കീഴാറ്റൂരിൽ വയൽക്കിളികളുടെ രണ്ടാം ഘട്ട സമരം ഉടൻ ആരംഭിക്കും. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടക്കുന്ന മാർച്ചിന് പിന്തുണയായി UDS സംഘവും കീഴാറ്റൂരിലെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രദീപ് നാരായൺ ചേരുന്നു. പ്രദീപ്, രാവിലെ പന്തലിന്റെ പുനർനിർമ്മാണം നമ്മൾ കണ്ടു. ഇപ്പോൾ പ്രമുഖ നേതാക്കൾ എത്തിക്കഴിഞ്ഞു. ഏത് ഘട്ടത്തിലെത്തി സമരപ്രഖ്യാപനം? ഗോപി, തീർച്ചയായും പന്തലിന്റെ നിർമ്മാണം അതിന്റെ അവസാന ഘട്ടത്തിലാണ്. 2 മണിയോടുകൂടിയാണ് തളിപ്പറമ്പ് കീഴാറ്റൂരിലേക്ക് വയൽക്കിളികളുടെ മാർച്ച് ആരംഭിക്കുക. പരിസ്ഥിതി പ്രവർത്തകരൊക്കെ തന്നെയും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. UDF സംഘം ഈ വയലിലെത്തി സമരസമിതി നേതാക്കളുമായി സംസാരിച്ചു. അല്പം മുമ്പ് VM സുധീരൻ എത്തിയിരുന്നു. അദ്ദേഹം വയൽ മുഴുവൻ നടന്ന് കണ്ടതിനു ശേഷമാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതായത് കീഴാറ്റൂരിന് ബദൽ സാധ്യതകൾ തേടണം, സമവായ ചർച്ചകൾ നടത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് പറഞ്ഞു. അതേസമയം നേരത്തെ കമ്മ്യൂണിസ്റ്റ് സമരങ്ങളെ അടിച്ചമർത്തിയ ഫ്യൂഡൽ മാടമ്പി നയമാണ് ഇപ്പോൾ CPM കീഴാറ്റൂരിൽ വയൽക്കിളികൾക്ക് നേരെ നടത്തുന്നത്, അല്ലെങ്കിൽ സമാന സമരങ്ങളോട് നടത്തുന്നത് എന്ന കാര്യമാണ് VM സുധീരൻ പറഞ്ഞത്. പിന്നാലെ കെ സുധാകരൻ ഇവിടെ എത്തി മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹം പറഞ്ഞത് ഇതിന് ബദൽ വേണം, അതേസമയം കൃത്യമായ പഠനങ്ങൾ നടത്തി വേണം കാര്യങ്ങൾ ചെയ്യാനെന്ന് പറയുന്നു. എന്നാൽ കോൺഗ്രസിന്റെയും UDFന്റെയും നിലപാട് അത് 2 ദിവസത്തിനകം വ്യക്തമാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് കൃത്യമായി പഠിച്ച ശേഷം മാത്രമേ ഇതേക്കുറിച്ച് പറയാനാകൂ എന്ന് പറയുന്നു. അതായത് ഇപ്പോൾ ഈ സമരം രണ്ടാം ഘട്ട സമരപ്രഖ്യാപനം നടക്കുമ്പോഴും UDFനോ കോൺഗ്രസിനോ കൃത്യമായ നിലപാട് എടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വേണം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. അതേസമയം കഴിഞ്ഞ ദിവസം K മുരളീധരൻ പറഞ്ഞ വാക്കുകൾ അത് വ്യക്തിപരമായ നിലപാടായിരിക്കും. വ്യക്തിപരമായി പറയുന്ന കാര്യങ്ങളോട് സംസാരിക്കേണ്ടതില്ല എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പഠിച്ച ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ജനകീയ സമരത്തോട് പ്രതികരിക്കാൻ സാധിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഏതായാലും ഇപ്പോൾ വയൽക്കിളികളുടെ രണ്ടാം ഘട്ട സമരപ്രഖ്യാപനം കേരളം കീഴാറ്റൂരിലേക്ക് എന്ന മുദ്രാവാക്യവുമായാണ് നടക്കുന്നത്. 2 മണിക്കാണ് പ്രകടനം ആരംഭിക്കുക. 2000ഓളം പേർ ഇതിൽ അണിനിരക്കുമെന്നും വയൽക്കിളികൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കേരളത്തിലെ പ്രമുഖരായ പരിസ്ഥിതി പ്രവർത്തകരൊക്കെ തന്നെയും കീഴാറ്റൂരിലേക്ക് എത്തിച്ചുകൊണ്ട് സമരം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. ഇപ്പോൾ ഈ കീഴാറ്റൂർ വയൽക്കിളികളുടെ സമരപന്തൽ നിർമ്മാണം അതിന്റെ അവസാന ഘട്ടത്തിലാണ്. 2 മണിക്ക് തന്നെ പ്രകടനം ആരംഭിക്കും. ഗോപി, പ്രദീപാണ് വിവരങ്ങൾ നൽകിയത്. സമരത്തിന്റെ കൂടുതൽ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് പ്രതിയിലേക്ക് വരാം. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക് കൂടി. 1.5 വർഷമായി സമരം ചെയ്യുന്ന വയൽക്കിളികളുമായി സർക്കാർ സമവായത്തിന് തയ്യാറായത് സ്വാഗതാർഹമാണെന്ന് സമരസമിതി നേതാവ് സുരേഷ് കീഴാറ്റൂർ പറഞ്ഞു. എന്നാൽ എല്ലാ സാധ്യതകളും പരിശോധിച്ച ശേഷം മാത്രമേ എലിവേറ്റഡ് ഹൈവേ എന്ന ആശയത്തോട് യോജിക്കാനാവൂ എന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. ഈ 1.25 വർഷമായി വയൽക്കിളി സമരത്തിന് വലിയ തോതിൽ കേരളീയ സമൂഹത്തിന്റെ, ഇന്ത്യൻ ജനസമൂഹത്തിന്റെ പിന്തുണ ലഭിച്ചപ്പോൾ സർക്കാർ ഒരു വട്ടം ചുവട് മാറ്റുകയാണ്. അപ്പോൾ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന കാര്യം മനസ്സിലായി. ഞങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് നല്ല രൂപത്തിലുള്ള ഒരു ചർച്ച നടത്തി ഈ വിഷയം പരിഹരിക്കണമെങ്കിൽ ഇവിടെ ഒരുപാട് സാധ്യതകൾ ഉണ്ട്. ആ സാധ്യതകൾ പരിശോധിച്ചിട്ട് ഒടുവിൽ അതൊന്നും പറ്റില്ലെങ്കിൽ മാത്രം നമുക്ക് ഈ എലിവേറ്റഡ് ഹൈവേയുടെ കാര്യം പരിഗണിക്കാം. എങ്കിലും സർക്കാർ ഇന്നത്തെ ആ തുടക്കം എന്ന നിലയിൽ ഈ വിഷയത്തോടുള്ള മയപ്പെടുത്തിയത് തീർച്ചയായും സ്വാഗതാർഹമാണ്. കീഴാറ്റൂരിൽ ബദൽ മാർഗ്ഗങ്ങൾ തേടണമെന്ന് മുൻ KPC പ്രസിഡന്റ് VM സുധീരൻ. ഇതിനായി വയൽക്കിളികളുമായി സമവായ ചർച്ചകൾ നടത്തണം. പഴയ കമ്മ്യൂണിസ്റ്റ് സമരങ്ങൾ അടിച്ചമർത്തിയ ഫ്യൂഡൽ മാടമ്പിമാരുടെ തന്ത്രങ്ങളാണ് CPM ഇപ്പോൾ പ്രയോഗിക്കുന്നതെന്നും സുധീരൻ ആരോപിച്ചു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ ആരംഭകാലത്ത് അന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിനുമെതിരെ അന്നത്തെ ജന്മി മുതലാളിത്ത മാടമ്പി സമൂഹം പ്രയോഗിച്ച അതേ തന്ത്രമാണ്, അതേ രീതിയാണ് ഇപ്പോൾ CPMലെ നേതൃത്വത്തിലെ പലരും ഈ വയൽക്കിളി കർഷക സമൂഹത്തിന് നേരെ പ്രയോഗിക്കുന്നത്. ഒരു കാരണവശാലും കർഷക തൊഴിലാളി സമര പ്രസ്ഥാനങ്ങളുമായി പരമ്പരകളുമായി മുന്നോട്ട് പോയി എന്ന് അവകാശപ്പെടുന്ന CPMന്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നതല്ല. പോരാട്ടച്ചൂടിൽ ചെങ്ങന്നൂർ. UDFിലേക്ക് തിരിച്ചു പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്ന് KM മാണി. UDFിലേക്ക് പോകേണ്ട ആവശ്യം ഇപ്പോഴില്ല. LDF സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ച് തന്നെ വന്ന് കാണുമ്പോൾ കാനം വോട്ട് വേണ്ട എന്ന് പറയുകയാണ്. ചെങ്ങന്നൂരിൽ CPIയുടേത് ഇരട്ടത്താപ്പാണെന്നും KM മാണി വിമർശിച്ചു. ന്യൂസ് 18 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് മാണി നിലപാട് വ്യക്തമാക്കിയത്. ഞങ്ങൾ ഈ തിരിച്ചുപോക്കിനെ പറ്റി ചിന്തിച്ചിട്ടില്ല, അതിനൊരു ആവേശവും ഞങ്ങൾക്കില്ല. ചെങ്ങന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നാൽ ഉടൻ കേരള കോൺഗ്രസ് നിലപാട് പ്രഖ്യാപിക്കും. ഏത് മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകുമെന്നും KM മാണി വ്യക്തമാക്കി. നോട്ടിഫിക്കേഷൻ ആയില്ല, അനൗൺസ്മെൻ്റ് ആയില്ല. അനൗൺസ്മെൻറ്റ് വരുമ്പോൾ ഞങ്ങൾ പാർട്ടി കൂടി ഞങ്ങളുടെ നയങ്ങൾ ആവിഷ്കരിക്കുക.
കേരള കോൺഗ്രസ് വിഷയം CPM, CPI ദേശീയ നേതാക്കൾ ചർച്ച ചെയ്യുന്നത് തങ്ങളുടെ സ്വീകാര്യതയുടെ തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. CPM-ന്റെയും CPI-യുടെ 14 ജില്ലയിൽ നടന്ന സമ്മേളനത്തിലും ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അതിപ്പോൾ ഞങ്ങളുടെ സ്വീകാര്യതയാണ് തെളിയിക്കുന്നത്. നിഷ ജോസ് കെ മാണിയുടെ പുസ്തകത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് മാണിയുടെ പ്രതികരണം ഇങ്ങനെ: ആരുടെയും പേര് നിഷയൊന്നും പറഞ്ഞിട്ടില്ല. ചുവ വഴിയെ പോകുന്ന ഏറ്റുപിടിച്ചുകൊണ്ട് വലിയ വിവാദം ഉണ്ടാക്കാൻ നമ്മളെന്താ ചെയ്യുന്നത്? ന്യൂസ് 18 കോട്ടയം. ചെങ്ങന്നൂർ മുൻ MLA KK രാമേന്ദ്രൻ നായർക്ക് CPM വിദഗ്ധ ചികിത്സ നൽകിയില്ല എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായി കൊടിക്കുന്നിൽ സുരേഷ് MP. രാമേന്ദ്രൻ നായരുടെ ജീവൻ നിലനിർത്താത്ത പാർട്ടി മകന് ജോലിയോ കുടുംബത്തിന് പണമോ നൽകിയതുകൊണ്ട് കാര്യമില്ല എന്നും കൊടിക്കുന്നിൽ ആരോപിച്ചു. വിദഗ്ധ ചികിത്സ ലഭിച്ചിരുന്നുവെങ്കിൽ രാമചന്ദ്രൻ നായരുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. ഫണ്ട് പിരിക്കുകയും സ്മാരകങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്ന CPM ഇക്കാര്യത്തിൽ ജാഗ്രത കാട്ടിയില്ല. മാർക്സിസ്റ്റ് പാർട്ടിയെ പോലുള്ള ഒരു വലിയ സാമ്പത്തിക സ്രോതസ്സുള്ള ഒരു പാർട്ടി തീർച്ചയായും അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് അദ്ദേഹത്തെ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടി പാർട്ടി ഒരുപാട് ഫണ്ട് പിരിക്കുന്ന ഒരു പാർട്ടിയാണ്, ഒരുപാട് ഫണ്ടുള്ള പാർട്ടിയാണ്, ഒരുപാട് സ്മാരകങ്ങൾ നിർമ്മിക്കുന്ന പാർട്ടിയാണ്. പക്ഷേ പാർട്ടി അക്കാര്യത്തിൽ വേണ്ടത്ര ഗൗരവം കാണിച്ചില്ല, ജാഗ്രത കാണിച്ചില്ല. CPM-ന്റെ സമ്മർദ്ദത്തെ തുടർന്നാവും രാമചന്ദ്രൻ നായരുടെ കുടുംബം തനിക്കെതിരെ രംഗത്ത് വന്നത്. അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താതെ മകന് ജോലി കൊടുത്തതുകൊണ്ടോ പണം നൽകിയതുകൊണ്ടോ കാര്യമില്ല. ഞാൻ ഇങ്ങനെ ഒരു ആരോപണമല്ല, ഇങ്ങനെ ഒരു പരാതി ജനങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് നിഷേധിക്കാനും അത് നിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മകൻ പത്രസമ്മേളനം നടത്തണമെങ്കിൽ പാർട്ടി ഇതിനകത്ത് പ്രതിക്കൂട്ടിലാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മകനെ കൊണ്ട് തന്നെ പത്രസമ്മേളനം നടത്തിച്ചത്. നേരത്തെ UDF തെരഞ്ഞെടുപ്പ് യോഗത്തിലാണ് രാമചന്ദ്രൻ നായർക്ക് വിദഗ്ധ ചികിത്സ നൽകിയില്ലെന്ന ആരോപണം ഉയർന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും വിഷയം ഉയർത്തിക്കൊണ്ടുവരാനാണ് UDF ഒരുങ്ങുന്നത്. MS അനീഷ് കുമാർ, ന്യൂസ് 18 ചെങ്ങന്നൂർ. മലയാള ഭാഷ പഠിക്കുന്നതിലെ പാളിച്ചകളെക്കുറിച്ച് MT വാസുദേവൻ നായർ ന്യൂസ് 18 പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി MA ബേബി. MT ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ അഭിസംബോധന ചെയ്യാതെ മലയാള ഭാഷാ പഠനത്തിന്റെ മുന്നോട്ടുപോക്ക് സാധ്യമല്ല. വിദ്യാഭ്യാസ രംഗത്ത് അപര്യാപ്തതകളും കുറവുകളുമുണ്ട്. ഇത് പരിഹരിക്കാൻ നടപടികൾ വേണമെന്നും MA ബേബി ന്യൂസ് 18 പ്രതികരിച്ചു. സാഹിത്യ പഠനത്തിന് പാഠ്യപദ്ധതിയിൽ ഇടമില്ലെങ്കിൽ തന്റെ പുസ്തകങ്ങളും പഠിപ്പിക്കേണ്ടതില്ലെന്നാണ് MT വാസുദേവൻ നായർ പറഞ്ഞത്. ഇതേപ്പറ്റി വലിയ ചർച്ചകൾ തന്നെ നടക്കുകയാണ്, അനുകൂലിച്ചും പ്രതികൂലിച്ചും. ഇതേപ്പറ്റി പ്രതികരിക്കുന്നതിനായി മുൻ വിദ്യാഭ്യാസ മന്ത്രിയും CPM PB അംഗവുമായ MA ബേബി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. MTയുടെ ഈ പ്രതികരണത്തെ അനുകൂലിച്ച് തന്നെ നിരവധി എഴുത്തുകാരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഇത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടാക്കുന്നത് വലിയ തരത്തിലുള്ളൊരു ചർച്ച തന്നെയാണ്. കാരണം നമ്മുടെ ഭാഷാ അധ്യാപകരുടെ നിലവാരത്തെക്കുറിച്ചൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഇതേപ്പറ്റി? അദ്ദേഹം ഇപ്പോൾ നടത്തിയ അഭിപ്രായ പ്രകടനം ഞാനതിനെ എടുക്കുന്നത് മലയാള ഭാഷ പഠനവും മലയാള സാഹിത്യ പഠനവും ഇന്ന് ചെന്നുപെട്ടിട്ടുള്ള നിലവാരം അഥവാ നിലവാര തകർച്ച, അതിൽ നമ്മൾ ഇടപെട്ട് ബോധപൂർവം വലിയ തിരുത്തൽ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന ആശയം വലിയ വൈകാരിക ക്ഷോഭത്തോടുകൂടി അദ്ദേഹം വളരെ ശക്തമായൊരു ഭാഷയിൽ ശൈലിയിൽ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും പഠനത്തിൽ ഇന്നുള്ള വളരെ ഗുരുതരമായ അപര്യാപ്തതകളും കുറവുകളും പരിഹരിക്കാനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. ഈ ചോദ്യങ്ങൾ അഭിസംബോധന ചെയ്യാതെ മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും ഭാവിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നമുക്ക് നടത്താൻ കഴിയില്ല. അതിനപ്പുറം ഇപ്പോൾ എൻ്റെ കവിത പഠിപ്പിക്കാൻ പാടില്ല എന്ന് ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞതിന് ഞാൻ സ്വീകരിക്കില്ല. അതേസമയം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ട തരത്തിൽ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ആ മെച്ചപ്പെട്ട നിലയിലാണ് നടക്കുന്നതെന്ന് പറയുമ്പോൾ പോലും നമുക്ക് തൃപ്തി തരുന്ന തരത്തിലുള്ള ഒരു നിലവാരമില്ല എന്നത് നമ്മൾ കാണാതിരുന്നുകൂടാ. മലയാളികളുടെ ഒരു പരമ അബദ്ധധാരണയാണ് ഇംഗ്ലീഷ് മാധ്യമത്തിൽ പഠിച്ചാൽ അതിലെന്തോ വലിയ കേമത്വമുണ്ട് എന്നുള്ള ധാരണ. ഒരു സാംക്രമിക രോഗം പോലെ ഈ മാതൃഭാഷ വിരക്തിയും ഇംഗ്ലീഷ് ഭാഷ ആസക്തിയും അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായി കൂടി നമ്മൾ ശക്തമായി രംഗത്ത് വരേണ്ടതുണ്ട്. തീർച്ചയായും എഴുത്തുകാർ ചർച്ചയ്ക്ക് വെച്ച കാര്യങ്ങൾ അത് അഭിസംബോധന ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് MA ബേബി പറയുന്നത്. ക്യാമറാമാൻ KP ധനേഷിനൊപ്പം M ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18 ഡൽഹി. പരീക്ഷകളിൽ മാർക്ക് വാരിക്കോരി കൊടുക്കുന്നതിനോട് യോജിപ്പില്ലെന്ന് MA ബേബി പറഞ്ഞു. ഇത്തരത്തിലൊരു സമീപനം ഏതെങ്കിലും സർക്കാർ കൈക്കൊണ്ടിട്ടില്ല എന്നാണ് തന്റെ അറിവ്. വിദ്യാഭ്യാസ രംഗത്തെ ശാസ്ത്രീയ പഠനങ്ങളെക്കുറിച്ചുള്ള അബദ്ധ ധാരണകളാണ് ഇത്തരത്തിൽ മാർക്ക് കൂട്ടി നൽകാൻ ഇടയാക്കുന്നതെന്നും MA ബേബി പറഞ്ഞു. മാർക്ക് വാരിക്കോരി കൊടുക്കുക എന്നുള്ളൊരു സമീപനം ശരിയല്ല. അങ്ങനെ ഒരു സമീപനം ഏതെങ്കിലും ഗവൺമെൻറ്
ഗവൺമെൻറ് എന്നുള്ള നിലയിൽ സ്വീകരിച്ചതായി എനിക്ക് തോന്നുന്നില്ല. വിദ്യാഭ്യാസ രംഗത്തെ തന്നെ ഇപ്പോൾ പൗലോ ഫ്രൈറെ പോലുള്ളവരെല്ലാം വികസിപ്പിച്ചുകൊണ്ടുവന്ന പുതിയ സിദ്ധാന്തങ്ങളുണ്ട്. പക്ഷേ അതിനെ തെറ്റിദ്ധരിച്ചിട്ട് ഒന്നും പഠിച്ചില്ലെങ്കിലും അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാർക്ക് കൂട്ടി കൊടുക്കാം, അങ്ങനെ ആരെങ്കിലും പുറപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിഞ്ഞൂടാ. ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങളത് ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ്. അക്കാലത്ത് ഇതുപോലുള്ള ആക്ഷേപങ്ങൾ ഞാൻ ഉന്നയിച്ചിരുന്നു, പക്ഷെ അതൊരു സമീപനമല്ല. ഫറൂഖ് കോളേജ് അധ്യാപകനെതിരെ കേസെടുത്ത വിഷയത്തിൽ സർക്കാരിനെ വിമർശിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി എം പി. ചില പ്രസംഗങ്ങളിൽ മാത്രം കേസെടുക്കുന്നത് സംഘപരിവാർ അജണ്ടയാണ്. ഫറൂഖ് കോളേജ് വിഷയത്തിൽ കോളേജിനെ ടാർഗറ്റ് ചെയ്യുകയാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇസ്ലാമിക ഡ്രസ്സിനെ കുറിച്ച് പറയാൻ മത നേതാക്കന്മാർക്ക് അവകാശമില്ല എന്നാണോ? എങ്കിൽ ഇതെന്താ യു പിയോ? അത് പറയുമ്പോൾ മാത്രം എന്താ പോലീസ് കേസ്? എന്നാൽ ഈ ആധുനിക ഡ്രസ്സിനെ അനുകൂലിക്കുന്നവർ, മറ്റ് ഡ്രസ്സുകളെ എതിർക്കുന്നവർ അഭിപ്രായം പറഞ്ഞ സിമിലർ കേസ് എത്ര ഉണ്ട്? അതിലെന്താ പോലീസ് കേസ് ഇല്ലാത്തത്? അപ്പോൾ ആരായാലും ഇതിങ്ങനെ ഒരു വിഷയം വല്ലാതെ വലുതാക്കി ഫറൂഖ് കോളേജിനെ ടാർഗറ്റ് ചെയ്യുക, അതേപോലെ തന്നെ വല്ലാതെ വലുതാക്കി കോൺട്രവേഴ്സിയാക്കി ഡിസ്പ്യൂട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇവിടെ വേറെയും പലതുണ്ട്. ഓരോരുത്തർ പ്രസംഗിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ആരാപ്പത്ര വിശകലനം ചെയ്ത് നോക്കി. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് രോഗിയോട് ക്രൂരമായി പെരുമാറിയ ആംബുലൻസ് ഡ്രൈവർക്കെതിരെ കേസെടുത്തു. പാലക്കാട് സ്വദേശി ഷെറീഫിന്റെ ജീവന് ആപത്തുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറിയതിന് 336 പ്രകാരമാണ് തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച അപകടത്തിൽപ്പെട്ട് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ രോഗിയെ വിദഗ്ധ ചികിത്സയ്ക്കായി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചപ്പോഴായിരുന്നു സംഭവം. ആംബുലൻസിൽ മലമൂത്ര വിസർജനം നടത്തി എന്ന് കുറ്റപ്പെടുത്തിയായിരുന്നു സ്ട്രക്ചറിലുണ്ടായിരുന്ന രോഗിയെ തല കീഴായി വെച്ച് ഡ്രൈവർ ക്രൂരത കാട്ടിയത്. സിറോ മലബാർ ഭൂമിവിവാദം പരിഹാരത്തിലേക്ക് എത്തിയിരിക്കുന്നുവെന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. അതിരൂപതയിൽ മെത്രാന്മാരുടെയും വൈദികരുടെയും അൽമായരുടെയും കൂട്ടായ്മയിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയും. താനും മെത്രാന്മാരും പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നതാണ് ശരിയെന്നും ഓശാന തിരുനാൾ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ഓശാന പെരുന്നാൾ ആഘോഷിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരുത്തോല പ്രദക്ഷിണവും നടന്നു. ഓശാന ഓശാന ദാവീദിൻ സുതനേ ഓശാന. യേശുദേവനെ ഒലിവിൻ ചില്ലകളും തളിരിലകളുമായി ജെറുസലേം നിവാസികൾ എതിരേറ്റതിനെ അനുസ്മരിച്ചാണ് ഓശാന ഞായർ ആചരിക്കുന്നത്. ഇതോടെ പീഡാസഹനവും കുരിശുമരണവും ഉയിർപ്പും അനുസ്മരിക്കുന്ന വിശുദ്ധവാരത്തിന് തുടക്കമായി. എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നേതൃത്വം നൽകി. പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ നിരന്തരം തിരുനാമം മുഴങ്ങിടുന്നു. ഓരോരോ കാരണങ്ങൾ കൊണ്ട് അശുദ്ധിയുള്ളവരാണ് എല്ലാവരുമെന്നും ദുഷിച്ച പ്രവണതകളിൽ നിന്ന് ശുദ്ധീകരിക്കുവാനുള്ള ആഹ്വാനമാണ് യേശുദേവൻ നൽകിയത് എന്നും ഓശാന സന്ദേശമായി ആലഞ്ചേരി പറഞ്ഞു. ഒരിക്കലും ലോകാരൂപി നമ്മെ സത്യത്തിൽ നിന്നും നീതിയിൽ നിന്നും സ്നേഹത്തിൽ നിന്നും ക്ഷമയിൽ നിന്നും ദയയിൽ നിന്നും ആത്മസംയമനത്തിൽ നിന്നും അകറ്റാൻ പാടില്ല. അശുദ്ധി നമ്മുടെ ഉള്ളിലേക്ക് കടക്കാൻ പാടില്ല. ബലഹീനരായ നമ്മളിലേക്ക് അശുദ്ധി കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിനാൽ നമ്മളെ തന്നെ തിരുത്തണം. തിരുവനന്തപുരത്ത് വിവിധ പള്ളികളിൽ ഓശാന പെരുന്നാൾ വിപുലമായി ആചരിച്ചു. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമിസ് ബാവ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പ്രത്യേക പ്രാർത്ഥനകൾക്കൊപ്പം കുരുത്തോലവാഴ്വും പ്രദക്ഷിണവും പള്ളികളിൽ നടന്നു. കുർബാനയിൽ പങ്കെടുക്കുവാൻ നിരവധി വിശ്വാസികളാണ് എത്തിച്ചേർന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 തിരുവനന്തപുരം. സർട്ടിഫിക്കറ്റിൽ ഡിപ്ലോമ എന്ന വാക്കില്ലാത്തതിനാൽ തൊഴിൽ ഭീഷണി നേരിട്ട സൗദിയിലെ നഴ്സുമാർക്ക് ആശ്വാസം. സർട്ടിഫിക്കറ്റുകൾ പുതുക്കി നൽകാനുള്ള സംസ്ഥാന നഴ്സിംഗ് കൌൺസിലിന്റെ തീരുമാനം വന്നു. യോഗ്യതാ സർട്ടിഫിക്കറ്റിലെ സാങ്കേതിക മാറ്റം കാരണം സൗദി അറേബ്യയിലെ 100 കണക്കിന് മലയാളി നഴ്സുമാർ തൊഴിൽ നഷ്ടപ്പെടും എന്ന ഭീഷണിയിലാണെന്ന വാർത്ത ന്യൂസ് 18 പുറത്തുകൊണ്ടുവന്നത്. വിദേശ നഴ്സുമാർക്കുള്ള യോഗ്യത സംബന്ധിച്ച് സൗദി അധികൃതർ കൊണ്ടുവന്ന പുതിയ തീരുമാനമാണ് 100 കണക്കിന് മലയാളി നഴ്സുമാർക്ക് വിനയായത്. ഡിപ്ലോമ ഇൻ ജനറൽ നഴ്സിംഗ് എന്ന സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ നിയമനം നൽകാവൂ എന്നതാണ് പുതിയ ചട്ടം. 2005 മുമ്പ് കേരളത്തിൽ നിന്ന് നഴ്സിംഗ് പൂർത്തിയാക്കിയവരുടെ സർട്ടിഫിക്കറ്റിൽ ഡിപ്ലോമ എന്ന വാക്കില്ല. കേരള നഴ്സസ് കൌൺസിൽ നൽകിയ സർട്ടിഫിക്കറ്റിലുള്ളത് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്ന് മാത്രം. തൊഴിൽ കരാർ പുതുക്കാനെത്തിയപ്പോഴാണ് പല നഴ്സുമാരും
കുരുക്കിനെപ്പറ്റി അറിഞ്ഞത്. നഴ്സസ് കൗൺസിലിന്റെ ഓതറൈസേഷൻ ലെറ്റർ നൽകിയെങ്കിലും അത് അംഗീകരിക്കാൻ സൗദി അധികൃതർ തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന നഴ്സിംഗ് കൗൺസിലിന്റെ ഇടപെടൽ. അപേക്ഷ നൽകുന്നവർക്ക് സർട്ടിഫിക്കറ്റ് പുതുക്കി നൽകാനാണ് നഴ്സിംഗ് കൗൺസിൽ ആലോചിക്കുന്നത്. ഇന്നത്തെ ഒരു വിദ്യാഭ്യാസ രീതിക്കനുസരിച്ചുകൊണ്ട് മാറ്റം എല്ലാം ഡിഗ്രിയായിട്ട് കൺവേർട്ട് നടത്തണം എന്ന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലുള്ള പ്രോസസ്സിങ് അതിൻ്റെ ടോക്കുകൾ നടക്കുകയാണ്. ഇപ്പോൾ വരുന്ന 5 വർഷത്തിനുള്ളിൽ ജനറൽ നഴ്സിംഗ് ക്രമേണ വൈൻഡപ്പ് ചെയ്യുക. വൈൻഡപ്പ് ചെയ്തിട്ട് BSc നഴ്സിംഗ് ആക്കുക. കാരണം രണ്ടിനും ഡ്യൂറേഷൻ ഓഫ് കോഴ്സിൽ വലിയ വ്യത്യാസമില്ല. അപ്പോൾ ഡിഗ്രിയായിട്ട് അവാർഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സംസ്ഥാനത്തെ നഴ്സിംഗ് ഡിപ്ലോമയുടെ നിലവാരം വിദേശ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമം നടത്തുമെന്നും നഴ്സിംഗ് കൗൺസിൽ വ്യക്തമാക്കുന്നു. വിഷയത്തിൽ അടിയന്തരമായ ഇടപെടണമെന്നാവശ്യപ്പെട്ട് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ മുഖ്യമന്ത്രിക്കും കേന്ദ്ര വിദേശകാര്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ദേശീയ മെഡിക്കൽ കമ്മീഷൻ ബില്ലുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോയാൽ രാജ്യവ്യാപകമായി അനിശ്ചിതകാലം സമരം ചെയ്യുമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. പ്രതിഷേധത്തിന്റെ ഭാഗമായി ഡോക്ടർമാരുടെ മഹാപഞ്ചായത്ത് ഡൽഹിയിൽ ചേർന്നു. ബ്രിഡ്ജ് കോഴ്സ് അടക്കം ബില്ലിലെ വിവാദ വ്യവസ്ഥകൾ ഒഴിവാക്കണം എന്നാണ് IMAയുടെ ആവശ്യം. ദേശീയ മെഡിക്കൽ കമ്മീഷൻ ബില്ലിനെതിരെ ഡോക്ടർമാരുടെ പ്രതിഷേധമുയർന്നതോടെ ബിൽ പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കായി സമർപ്പിച്ചിരുന്നു. എന്നാൽ കമ്മിറ്റി ശുപാർശകൾ പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നിലപാട്. ആയുഷ് ഡോക്ടർമാർക്കായി ബ്രിഡ്ജ് കോഴ്സ് നടത്തുന്ന കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാമെന്ന സമിതി നിർദ്ദേശത്തോട് IMA വിയോജിക്കുന്നു. MBBS ഡോക്ടർമാരുടെ കുറവ് ചൂണ്ടിക്കാട്ടി ആയുഷ് ഡോക്ടർമാർക്ക് ബ്രിഡ്ജ് കോഴ്സ് നടത്താനും കോഴ്സ് പാസ്സാകുന്നവർക്ക് അലോപ്പതിയിൽ പ്രാക്ടീസ് അനുവദിക്കാനും ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരുന്നു. ബ്രിഡ്ജ് കോഴ്സ് തീർച്ചയായിട്ടും വ്യാജ ഡോക്ടർമാരെയും ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത, യോഗ്യതയില്ലാത്ത, പരിശോധനയ്ക്ക് കഴിവില്ലാത്ത, ചികിത്സിക്കാൻ കഴിവില്ലാത്ത ഡോക്ടർമാരെ ഉണ്ടാക്കാൻ പോകുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ഒപ്പോസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കോഴ്സുകളിൽ വന്നിരിക്കുന്ന എക്സിറ്റ് എക്സാമിനേഷനെ കുറിച്ച് ഒരു കൃത്യതയില്ല, അഴിമതിക്കുള്ള ചാൻസ് തുറന്നുകൊണ്ട് നോമിനേറ്റഡ് ആൾക്കാരെ കുത്തിനിറച്ചുള്ള കമ്മിറ്റിയാണ് വീണ്ടും വരാൻ പോകുന്നത്. ഇതിനെല്ലാം ശക്തമായിട്ട് എതിർക്കുകയാണ്. മെഡിക്കൽ പഠനം പൂർത്തിയാക്കുന്നവർക്ക് വീണ്ടും ലൈസൻസ് പരീക്ഷ നടപ്പിലാക്കുന്നത് കച്ചവട താൽപര്യം ലക്ഷ്യമിട്ടാണെന്നും IMA ആരോപിക്കുന്നു. ഈ സാഹചര്യത്തിൽ ബില്ലുമായി സർക്കാർ മുന്നോട്ടു പോയാൽ രാജ്യവ്യാപകമായി അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് IMAയുടെ തീരുമാനം. പ്രതിഷേധത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ സംഘടിപ്പിച്ച മഹാപഞ്ചായത്തിൽ ഡോക്ടർമാരും മെഡിക്കൽ വിദ്യാർത്ഥികളുമടക്കം 50,000-ഓളം പേർ പങ്കെടുത്തു. ന്യൂസ് 18 ഡൽഹി. മലപ്പുറം ജില്ലയിൽ ദേശീയപാത സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ശക്തമാവുന്നു. പുറത്തുനിന്നുള്ളവരാണ് സമരം ചെയ്യുന്നതെന്ന് മന്ത്രി KT ജലീൽ ആരോപിച്ചു. സമരം ചെയ്യുന്നത് ആരാണെന്ന് നോക്കാൻ മന്ത്രിമാർ തയ്യാറാകണമെന്നും ഭൂമി ഏറ്റെടുപ്പിന്റെ പേരിൽ പോലീസിനെ നിർത്തി അതിക്രമമാണ് നടക്കുന്നതെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മന്ത്രി KT ജലീലിന്റെ വീട്ടിലേക്ക് ആക്ഷൻ കൗൺസിൽ മാർച്ച് നടത്തി. പുറത്തുനിന്നും എത്തുന്നവരാണ് ദേശീയപാത സമരത്തിന് നേതൃത്വം നൽകുന്നതെന്നും നഷ്ടം സഹിക്കാതെ ഒരു പദ്ധതിയും യാഥാർത്ഥ്യമായിട്ടില്ലെന്നും മന്ത്രി KT ജലീൽ പറഞ്ഞു. ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് കൃത്യമായ നഷ്ടപരിഹാരം ഉറപ്പുവരുത്തും. വേറെ ഏതോ നാട്ടിൽ നിന്ന് വന്ന് സ്ഥലം നഷ്ടപ്പെടാത്ത ആളുകളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ല എന്നുള്ളതിൻ്റെ തെളിവല്ലേ ഇത് വളരെ സ്മൂത്തായിട്ട് നടക്കുന്നു എന്നുള്ളത്. നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സ്വാഭാവികമായിട്ടും ഇതുകൊണ്ടുണ്ടാകും. അപ്പോൾ അത് ഓരോരുത്തരും ഒരു നാടിൻ്റെ പ്രശ്നം എന്നുള്ള നിലയിൽ കണ്ട് വളരെ നല്ല വില അവർക്ക് അതിന് നൽകും. അവർക്കൊരു തരത്തിലുള്ള നഷ്ടവും സംഭവിച്ചു എന്ന് പിന്നീട് അവർക്ക് തോന്നില്ല. സമരം ചെയ്യുന്നത് പുറത്തു നിന്നുള്ളവരല്ല എന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി MPയുടെ പ്രതികരണം. സർവേയുടെ പേരിൽ സ്വകാര്യ ഭൂമിയിൽ അതിക്രമിച്ചു കയറലാണ് നടക്കുന്നത്. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഒരു 10-50 വീട്, കുറേ വീടുകൾ ഒന്നിച്ച് പോകുന്നത് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. AR നഗറിൽ പോയി നോക്കട്ടെ. അവർ AR നഗറിൽ പോയി നോക്കിയിട്ട് പിന്നെ അവിടെ വീട് പോകുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കട്ടെ. അത് പുറത്തുനിന്ന് വന്നവരവിടെ കണ്ണുകൊണ്ട് നെയ്ക്കട അയ്യോണ്ട് കാണാവുന്ന വീടുകൾ ഒരുപാടുണ്ട്. ഭൂമി നഷ്ടപ്പെടുന്നവർ മന്ത്രി KT ജലീലിന്റെ വളാഞ്ചേരിയിലെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് 100 മീറ്റർ അകലെ വെച്ച് പോലീസ് തടഞ്ഞു. ന്യൂസ് 18 മലപ്പുറം. കെ മാണി UDF-നൊപ്പം നിൽക്കണമെന്നാണ് ആഗ്രഹമെന്ന് ഉമ്മൻചാണ്ടി. മാണിയെ തങ്ങൾ പറഞ്ഞുവിട്ടതല്ല. കെ മാണിക്ക് എന്ത് തീരുമാനമെടുക്കാനും സ്വാതന്ത്ര്യമുണ്ട്. UDF ആരെയും ചാക്കിട്ട് പിടിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. മാണിസാറിനെ ഞങ്ങൾ പറഞ്ഞു വിട്ടതല്ല. മാണിസാറ് UDF-ന്റെ കൂടെ നിൽക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. പക്ഷേ തീരുമാനം അവരുടേതാണ്. പാലക്കാട് ജനവാസ മേഖലയിൽ 4ാം ദിവസവും തുടരുന്ന കാട്ടാനകളെ വനമേഖലയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇപ്പോൾ കൊങ്ങോടിനും മുണ്ടൂരിനും ഇടയിൽ ആണ് കാട്ടാനകൾ ഉള്ളത്. ഇവരെ ഇന്ന് രാത്രിയോടെ കാട്ടിലെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വനം വകുപ്പ്.
അട്ടപ്പാടി, വയനാട് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് കാട്ടാനകളെ തുരത്തുന്നത്. കൊങ്ങോട് നിന്നും 10 കിലോമീറ്ററോളം ദൂരമുണ്ട് മുണ്ടൂർ വനമേഖലയിലേക്ക്. അതിനിടയിൽ മറ്റ് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കാട്ടാനകൾ പോവാതിരിക്കുക എന്നുള്ളതാണ് വലിയ വെല്ലുവിളി. ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിക്ക് റോഡ് അപകടത്തിൽ പരിക്ക്. ഡെറാഡൂണിൽ നിന്നും ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്കിടയിലാണ് അപകടമുണ്ടായത്. ഷമിയെ ഡെറാഡൂണിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പരിക്ക് സാരമുള്ളതല്ല എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. ഭാര്യ ഉന്നയിച്ച ഒത്തുകളി ആരോപണത്തിൽ നിന്ന് BCCI കുറ്റവിമുക്തനാക്കിയതോടെ ഇത്തവണ IPL കളിക്കാനിരിക്കുകയായിരുന്നു ഷമി. പരിക്ക് ഷമിയുടെ IPL സാധ്യതകളെ ബാധിക്കുമോ എന്ന ആശങ്കയുണ്ട്.